ഇത് വേറൊരു ലോകം തന്നെ എടാ. ശരിയല്ലയാ, അച്ഛന്മാരെ പൈസ കിടന്ന് കൊഴുപ്പ് കാണിക്കുക. അച്ഛന്മാരെ പൈസ എടുത്ത് എവിടെ പോകണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവസാനം അച്ഛന്മാര് വല്ലവരെയും കാൽ പിടിച്ച് കരയുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. ഇതൊക്കെ എന്ത് ജീവിതമാടാ. പേടിക്കാതെ പോയി പറയടാ. ഇല്ലടാ അളിയാ, പേടിയാകുന്നു. കണ്ടോടാ, റോമിയോ പൂവും പിടിച്ച് വിഷമിച്ച് നിൽക്കുന്നത്. എന്റെ മോളെ പോലെ അടക്കോതുക്കോ ആർക്കാ ഉള്ളേ? ആണുങ്ങളുടെ മുഖത്ത് അവള് തലയോർത്തി നോക്കിയിട്ടുണ്ടോ? അവളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടടാ. എന്തിനാടാ ഇതൊക്കെ വാങ്ങി വെച്ചത്? പോയി പറയടാ, പോടാ. പോകാടാ. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലടാ? ഇല്ലല്ലോ, എങ്ങനെ അറിയാം? എന്നാടാ റൗഡിയെ പോലെ സംസാരിക്കുന്നേ? നന്നാവൂലടാ. എങ്ങനെ നന്നാവും? പെൺകുട്ടികളെ കാണുമ്പോ വാവിളിച്ച് നടക്കലല്ലേ ഇവന്റെയൊക്കെ ജോലി. പാവം എന്റെ മോള്. അച്ഛന്റെ അമ്മയുടെ വാക്കുകൾ ആരാടാ കേൾക്കുന്നേ? റൗഡികളെ പോലെ നടക്കുന്നവന്മാരാ ഇപ്പൊ പെണ്ണുങ്ങളെ വശത്താക്കാൻ നോക്കുന്നത്. സൂക്ഷിച്ചാ കൊള്ളാം. നീയൊക്കെ ആരാടാ ഇങ്ങനെ എന്റെ മോളെ തുറച്ചു നോക്കാൻ? നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് നിന്റെ കുടുംബം. അവരെന്നെ ചീത്ത പറഞ്ഞ കേൾക്കുമ്പോഴറിയാം നിന്നെ അവർ എത്രമാത്രം വിശ്വസിക്കുന്നു. ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും നിന്റെ കുടുംബത്തിന്റെ വിശ്വാസം തകർക്കരുത്. നീ എന്തിനാ അവളോട് സംസാരിക്കുന്നേ? നീ എന്തിനാണ് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വഴക്ക് കേൾക്കുന്നേ? ഇങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ നന്നാവില്ല. നിനക്കെന്താടാ? അവർ നല്ല ആൾക്കാരടാ. അവര് ശപിച്ച ഉടനെ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടായപ്പോ വിഷമം തോന്നി. വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. വിഷമിക്കണ്ട, ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കും. ഈ വർഷത്തിൽ ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ ആൾ നിങ്ങളാ. ഇതാ ചോക്ലേറ്റ്. ഒരു മിനിറ്റ്, നന്നായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ആര്? നമ്മളെന്ന് പറഞ്ഞാ നീയോ അതോ ഞാനോ? നമ്മളെന്ന് പറഞ്ഞാൽ നീ, ഞാൻ, എല്ലാവർക്കും നല്ലതായിരിക്കും. അനിയ ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു പോയതാ. ഹേയ്, അത് സാരമില്ല. വിഷമിക്കണ്ട, ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കും. ആരടാ ഇവൾ? എല്ലാരും നന്നായിരിക്കണമെന്ന് അവൾ പറഞ്ഞിട്ട് പോകുന്നു. നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ. മോനെ തിരുമല, സുഖാനോടാ? ഇരിക്കടാ. എന്തുട്രാ ഇരിക്കുമോനെ? വാടക ഇന്നലെ കൊടുത്തു വിട്ടല്ലോ. ഞാൻ അതിന് വന്നല്ലടാ. വരുന്ന ചിങ്ങത്തില് എന്റെ മോക്ക് കല്യാണം വെച്ചിരിക്കടാ. എന്താ, നമ്മുടെ അമ്മൂനോ? ചേട്ടൻ വിഷമിക്കുക വേണ്ട, നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം. നമ്മുടെ അമ്മൂന്റെ കല്യാണമല്ലേ, നമ്മളിവിടെ ഗാനമേള നടത്തും. നിങ്ങൾ പന്തലൊക്കെ കെട്ടും, പക്ഷെ ഈ കല്യാണ നടത്താ എന്റെ എന്താ ഉള്ളത്? വിറ്റ് കെട്ടിച്ചു വിടാനായിട്ട്. എന്റെ ഈ സ്ഥലം മാത്രല്ലേ ഉള്ളൂ. പുറത്താർക്കെങ്കിലും കൊടുത്താ 50,000 രൂപ വരും. പക്ഷേ നീ എന്റെ മോനെ പോലല്ലേ, നിന്നെ പെട്ടെന്ന് എങ്ങനെടാ മാറാൻ പറയുന്നേ? നീ പറഞ്ഞത് വളരെ കറക്റ്റാ. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കട പോയി കിട്ടി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണേ? മോനെ, നീ 50,000 തരണ്ടാ. നീ ആയണ്ട് 40,000 തന്ന് കട എങ്ങെടുത്തോടാ. എന്തോ 40,000? ചേട്ടൻ കളിയാക്കുക. പേപ്പറിൽ എഴുതി കണ്ടിട്ടില്ല. പിന്നെയാ ചേട്ടൻ പോയി വേറെ ആളെ നോക്ക്. ചെല്ല്. നീ എന്തുട്ടാ പറയണേ? നിങ്ങൾ ചെല്ലെന്ന്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാട്ടാ. ഇനി നീ എന്തുട്ടാ ചെയ്. എന്താടാ അയാളെ പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞേ? അയാൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. മോളെ കെട്ടിക്കണ്ടേ? എന്ത് ചെയ്യാനാ? ഇവിടെയുള്ള ഓരോന്നും നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഏയ്, വണ്ടിയുടെ പുറത്തൊന്ന് ആശിടുന്നേ. സോറി അളിയ. എടാ, ഈ വണ്ടിക്ക് എന്ത് വില കിട്ടും? ഈ വണ്ടി വിറ്റാലേ വാങ്ങുന്നവൻ ഓട്ടിക്കാൻ പഠിക്കുമ്പോൾ വയസ്സാകും. ഈ വണ്ടിയുടെ മെക്കാനിസം ആർക്കും അറിയില്ല. ഇതിന് ബുക്കുണ്ടോ? ഉണ്ട്. ഫൈനാൻസിൽ വെച്ച് 25,000 രൂപ വാങ്ങിക്കാം. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓ, ഇവൻ നോക്കാന്ന്. ഇവൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനാ. ഇവൻ മലപ്പുറം സുൽത്താൻ. ഇവന്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട.
എത്ര സ്വത്തുണ്ടെന്ന് അവനെ അറിയില്ല. ഒന്ന് പോടെ. നീ എന്താ നോക്കുന്നേ? നീ പറഞ്ഞതുപോലെ ഇതൊക്കെ ചുമ്മാ തരാൻ ഞങ്ങൾ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല. നിന്റെ കൂട്ടുകാരന്മാരായിരുന്നിട്ട് നിന്നെ ഇങ്ങനെയെങ്കിലും സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിന്റെ ആരാടാ? നീ പറഞ്ഞത് ശരിയാ. നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ വരെ ഞാൻ തെരുവിലായിരുന്നു, ഇന്ന് കടയോണർ. നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ.